उधर जाओ तू देखो इधर काटा है, इधर पूरा हाथ काटा आया तब घर में पहला इसको ही काटा था, मतलब लेने गए ना तब भी काटा उसको। बाद ये तो 1 घंटा बाथरूम में बंद रहता है वो शांत होने तो। इसका नाम सिम्बा है। ये बहुत एग्रेसिव है लाइक अदर डॉग्स को देखे। इसका फ्रेंडली नेचर भी नहीं है, इसका एग्रेशन बहुत ज़्यादा ही है और लीश पुलिंग भी बहुत करता है। स्टेबल नहीं रहता एक जगह पे और कमांड्स नहीं मानता बहुत ज़्यादा। तो बस वही ट्रेनिंग देना अभी, सिर्फ कमांड्स के रिगार्डिंग एंड एग्रेशन थोड़ा कम हो जाए। बाजू में सोएंगे ना तो थोड़ा सा भी धक्का लगेगा तो भी काटने आता है, मतलब काटता ही काटता है। इसके पापा को बहुत काटा है, इसको तो ज़्यादा ही, मतलब कुत्ता आएगा ना सामने तो इसको काटने आता है। डॉगी रहता है तुरंत पीछे आता है, नहीं काटता है। लेकिन इसको शेक हैंड भी करने जाएंगे तो भी काटने आता है। देखो इधर काटा है, इधर पूरा हाथ काटा। घर में 4 साल कोई मेहमान नहीं आया हमारे, रात भर सोया नहीं है। इसके पापा 2 दिन झगड़ा हो जाता है इसके वजह से। मुझे भी काटा है, मेरे हाथ पे भी काटा है इसने। हम लोग उसको गलती से पैर भी लग गया तो फिर काटने आ जाएगा। इसका एग्रेशन इतना है कि जंप करता है, लाइक कोई बाइक भी आएगा या कार भी रहेगा तो ड्राइव भी जंप कर देता है। दिन के लिए दिया था उसको 25 दिन के लिए, 25 दिन के लिए 1 महीना पूरा उधर ही था, तो उधर भी वो ऐसा होता है। उसके बाद तो और करने लग गया, लाइक मुझे खुशी खुशी एक बार आगे जंप किया, टेल वाइप करते ना वैसे वाइप किया, फिर उसने भी डायरेक्ट जंप ही कर दिया काटने के लिए। लाइक मेरे हाथ पे काटा है, पैर पे काटा है। सोया तो नहीं जा सकते सामने, इसकी बाजू में कुछ गिरा है ना उसके सामने तो उठा नहीं जा सकता, वो काटता है। आप लोग घर का अल्फा है ये अल्फा। मेहमान आएगा ना तो ऐसे जाता है, सूंघता है, बाद में काटता है उसको। बहुत जन, कोई 2 जन लगते हैं। मैं जाती हूँ रात को 1 बजे जाना पड़ता है, कोई नहीं रहता है तो रोड पे। लिफ्ट में नहीं जा सकते, 12 माले पे रहते चल के आना पड़ता है। कि लिफ्ट में रहते तो एक जन को पूरा छाता भी तक तोड़ दिया था, इतना गुस्सा रहता। आज तक उसको ऑफ लिस्ट में नहीं छोड़ा? नहीं कभी नहीं। उसको ट्रेनिंग में दिया था नाला से भरा 1 महीना, तो ज़्यादा ही करने लगा वो। 1 महीना था, उससे आने से ज़्यादा ही करने लगा। आया तो पहले इसको काटा था। എല്ലാവർക്കും മോണോമാർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവൻ്റെ ബിഹേവിയറിങ് ഇഷ്യൂസിനെ ഇവൻ്റെ ഓണേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്തത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. നമ്മളിപ്പോൾ മുംബൈയിലാണ്. ഇതൊരു 5 ഇയർ ആയിട്ടുള്ള ഒരു ഡോബർമാനാണ്. ഇവൻ്റെ മുമ്പൊക്കെ ട്രെയിനിങ്ങൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളെ കാണാൻ വേണ്ടിയിട്ട് അവർ പുലർച്ചെ 3 മണിക്ക് വന്നതാണ്. കുറച്ച് ദൂരെയാണ്. അങ്ങനെ ഇന്ന് ഇവൻ്റെ ട്രെയിനിങ് പ്രോഗ്രാം 1 ഡേയിലുള്ള ട്രെയിനിങ് പ്രോഗ്രാം എത്രത്തോളം വ്യത്യാസങ്ങൾ ഇവൻ്റെ ബിഹേവിയറിങ്ങിലൊക്കെ വരുന്നതെന്നാണ് നമുക്ക് നോക്കാം. ഇതുവരെ ഓഫ് ലീഷിലൊന്നും ഇവനെ പുറത്തോട്ട് വിടാത്തൊരു ഡോഗാണ്. അപ്പോൾ 5 ഇയർ ആയിട്ടുള്ള കാരണം കൊണ്ട് തന്നെ സ്വന്തമായിട്ടൊരു ക്യാരക്ടറും ഉണ്ട്. പിന്നെ ബിഹേവിയറിങ് ഇഷ്യൂസുകൾ, ബൈറ്റ് ഹിസ്റ്ററി എല്ലാം വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഇവൻ്റെ ഈ ഒരു ക്യാരക്ടർ നമുക്ക് എത്ര ടൈമിൻ്റെ ഉള്ളിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? അവർക്കൊരു ഡ്രീമാണ് ഇവനൊക്കെ ഓഫ് ലീഷിലൊക്കെ നടത്തണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് നേരത്തൊരു പ്രാക്ടീസിന് ശേഷം, ഗ്രൗണ്ട് പ്രാക്ടീസിന് ശേഷം നമ്മളങ്ങനെ ഇവനൊന്ന് കൊണ്ടിട്ടൊന്ന് സ്വിമ്മിക്കാൻ കൊണ്ടുപോകാം. ഇവരെ വീട്ടുകാരെടുത്ത് ചോദിച്ചിട്ട് ഇവനെ സ്വിമ്മിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ലൈഫിലുണ്ടായിട്ടുള്ള ആക്ടിവിറ്റീസ് അല്ലാണ്ട് പുതിയൊരു ആക്ടിവിറ്റീസുകൾ നമ്മൾ അവനെ ഒന്ന് പഠിപ്പിച്ചെടുക്കുക. അതായത് ബിഹേവിയറിങ്ങും ചേഞ്ച് ആവാൻ പോവാണ് പുതിയതായിട്ട്. അപ്പോൾ അതിനായിട്ട് മുമ്പായിട്ട് പോസിറ്റീവ് പണിഷ്മെൻറ്റുകൾ അവർക്ക് കിട്ടാൻ പാടില്ല. അവരുടെ ബിഹേവിയറും പുതിയ ഇൻസിഡൻറ്റുകൾ അവിടെ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റണത്. അപ്പോൾ ഡബിൾ ഹാൻഡ്ലിങ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മളിതിൽ യൂസ് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് നമ്മളൊരു സ്ഥലം വരെ പോയി, അവിടെ കുറേ മീൻപിടുത്തക്കാർ, മിനിമം ഒരു 100 പേര് 200 പേരെങ്കിലും ഇരിക്കുന്നുണ്ടോ. പക്ഷെ എല്ലാവർക്കും മീൻ കിട്ടുന്നുണ്ട് അടുത്തടുത്തായിട്ട്. അവിടെ ഒരു ഡാമിൻ്റെ അവിടെ നിന്നുള്ളൊരു വെള്ളം പോകുന്ന സ്ഥലം. അങ്ങനെ മഹാരാജിൻ്റെ ഒരു ചോക്ക് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മുടെ ഒരു ഓൾഡ് സ്റ്റുഡൻ്റ് ഉണ്ട്, സൂയി എന്ന് പറഞ്ഞിട്ട്, ബദലാപൂരിലാണ്, ഇവിടുന്ന് മുംബൈയിൽ തന്നെ. അപ്പോൾ ആളെയും കൂടി ഒന്ന് ഞാൻ വിളിച്ചിട്ടുണ്ട്. ആളെ ഷിപ്പിലാണ്, ആളൊന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ സൂയിനെയും കൊണ്ടിട്ട് വരാൻ പറഞ്ഞു. ഇപ്പോൾ അവൾക്കൊരു 5 ഇയറിൻ്റെ അടുത്ത ഏജായിട്ടുണ്ട്. അവൾ ട്രെയിനിങ് പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് ഭാഗ്യയ്ക്കൊരു 3 മന്തൊക്കെയാണ് പ്രായമുള്ളൂട്ടാ. ആ ഒരു വീഡിയോ കൂടി ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അന്ന് സൂയിക്ക് 2 ഇയർ ഉള്ളൂ. നമ്മളവിടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാണ്. ഡോഗിന് അത്യാവശ്യം സോഷ്യലൈസേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തു.
ഓഫ് ലീഷിലൊക്കെ ആക്കി പ്രാക്ടീസ് ചെയ്യാൻ കുറച്ച് ആൾക്കാരൊന്നും ഇല്ലാത്ത സ്ഥലത്ത് നല്ല അനിമൽ അഗ്രഷനും ഹ്യൂമൺ അഗ്രഷനും പിന്നെ വെഹിക്കിളുകളൊക്കെ ഇവൻ പോകുന്നുള്ളൊരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഉണ്ടായിരുന്ന നദിയുടെ അവിടേക്ക് പിക്നിക്കിനൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ നല്ല രീതിയിൽ സോഷ്യലൈസേഷനൊക്കെ ചെയ്തു. പിന്നെ സൂയിയുടെ ഓണറും നമ്മുടെ പിള്ളേരൊക്കെ ആയിട്ട് അത്യാവശ്യം ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്തൊക്കെ ഈ ഡോബർമാൻ നല്ലൊരു സോഷ്യലൈസേഷനാണ് ആയിക്കൊണ്ടിരിക്കുന്നത്. വേറൊരു ഡോഗിനെയും അലൗ ചെയ്യാത്ത ഒരു ആളാണ് അവൻ. അപ്പോൾ അവൻ്റെ അടുത്ത് വേറെയുള്ള ഡോഗ്സുകൾ ഇരിക്കുന്നു, വേറെയുള്ള ആൾക്കാർ ഇരിക്കുന്നു, വേറെയുള്ള ആൾക്കാർ അവനെ ടച്ച് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ അവൻ്റെ ഓണേഴ്സിനെ നമ്മൾ വിളിച്ചു. കുറച്ച് നേരത്തിന് ശേഷം ഗ്രൗണ്ട് പ്രാക്ടീസിനൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ 3 മണിക്ക് മോർണിംഗ് പോകുന്നതാണ്. അപ്പോൾ അവർ ഭക്ഷണമൊക്കെ കഴിച്ചൊരു 4 o'clock അടുത്തായപ്പോഴാണ് ഇപ്പോൾ ഇവിടേക്ക് എത്തിയത്. 2 hour-ആയിട്ട് 3 hour-ആയിട്ട് അവൻ നമ്മുടെ ഒപ്പനയായിരുന്നു. സൂര്യ ഓണറും നമ്മളൊക്കെ കൂടിയിട്ട് നമ്മൾ മോർണിംഗ് തൊട്ടിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കഴിച്ച് നല്ല ഫ്രീ ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവനെ നല്ല രീതിയിൽ തന്നെ എല്ലാവരുമായിട്ട് നല്ല അറ്റാച്ച്മെൻ്റ് ആവുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവരൊപ്പം വന്നിരുന്ന പയ്യൻ പോലും ഇവനെ മുമ്പ് ടച്ച് ചെയ്യണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് ടച്ച് ചെയ്യാൻ പറയുകയാണ്. ലാസ്റ്റ് അവരുടെ മമ്മിയുടെ അടുത്തേക്കും പോയി. ഇപ്പോൾ ഡോഗിന് വേറൊരു പെട്ടെന്ന് തന്നെ ഒരാളെ അറ്റാക്ക് ചെയ്യണം എന്നുള്ളൊരു പ്രവണതയില്ല. ഒരു ഇത്ര നേരത്തെ സോഷ്യലൈസേഷനിൽ നമ്മളത് മാറ്റിയെടുത്തിട്ടുണ്ട്. വാഗി ഉണ്ടായിരുന്നു നമ്മുടെ ഒപ്പം, സോയി ഉണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം അവനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പോലെ നമ്മളുള്ള ഒരാൾ നല്ല രീതിയിൽ അവനെ ഹാൻഡിൽ ചെയ്തെടുത്തു. ഇനി അവനെ സ്വിമ്മിങ്ങിനാണ് കൊണ്ടുപോകുന്നത്. സ്വിമ്മിങ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് നമുക്ക് ഡോഗിന് ഇത്ര അഗ്രസീവായിട്ടുള്ള ഡോഗുകളായിട്ട് നമ്മളെ പെട്ടെന്നൊന്നും ബൈറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് സെൻസിറ്റീവായിട്ടുള്ള പാട്ടുകളുണ്ടാവും ബോഡിയിൽ. ടെസ്റ്റിക്കിൾ, ബാക്ക് സൈഡിലൊന്നും ഇവനെ ടച്ച് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഹെഡിലായാലും എവിടെയാണെങ്കിലും എല്ലാ ഭാഗങ്ങളൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് പല ആൾക്കാരായിട്ട് ഒന്ന് ടച്ച് ചെയ്ത് നല്ല രീതിയിൽ സോഷ്യലൈസ്ഡായിട്ട് വരാം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇപ്പോൾ 2-3 ഡോഗ്സുകളുണ്ട്. അപ്പോൾ എന്താ ഗുണമെന്ന് വിചാരിച്ചാൽ നമുക്ക് നമ്മുടെ ഡെമോ ഡോഗ്സ് ഉള്ളപ്പോൾ ഇങ്ങനെയുള്ളൊരു ഡോഗിന് നമ്മുടെ മേലോട്ട് വരാൻ പറ്റില്ല. കാരണം നമ്മുടെ മേലോട്ട് ഡൊമിനൻ്റായിട്ട് വരുമ്പോൾ നമ്മുടെ ഡോഗ്സ് വന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും അവരെ. അപ്പോൾ 2 സൈഡിൽ നിന്നും ഡോഗിനൊരു ഡിമോട്ടിവേഷൻ കിട്ടുകയാണ്. അതായത് ഡോഗ് അറ്റാക്ക് ചെയ്യാൻ പോകണം അവിടെ നിന്നല്ല ഡോഗിന് ഈ നെഗറ്റീവ് ഇമ്പാക്റ്റ് കിട്ടുന്ന അവരെ ഡോഗ്സ് വരുന്നു, അവരെ ഡിഫെൻഡ് ചെയ്യണം. വീണ്ടും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹാൻഡലറാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളെയും ഡിഫെൻഡ് ചെയ്യണം. അപ്പോൾ എത്ര ഒരു അഗ്രസീവായിട്ടുള്ളൊരു ഡോഗും അവിടെ ഒതുങ്ങും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇവൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സറണ്ടർ ചെയ്തിട്ടുണ്ട്. പക്ഷെ മുംബൈയിൽ ഇവർക്ക് മാസ്ക് ഇട്ട് പഠിപ്പിക്കണം ഇവരവിടെ മാസ്ക് ഇടുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ 12ാമത്തെ നിലയിൽ അവിടെ നിന്ന് ഇവനെ നടത്തിയിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. 1 മണിക്കാണ് അവനെ അമ്മ കൊണ്ടുപോകണമെന്നാണ് പറയുന്നത്. അവരമ്മ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് വിഷമമാണ്. ലിഫ്റ്റിൽ കൊണ്ടുപോകാൻ പറ്റില്ല. ഒരു വട്ടം ലിഫ്റ്റിൽ കൊണ്ടുപോയിട്ട് ഒരാളെ കടിച്ചാകെ വശക്കേടാക്കിയെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഹിന്ദി മനസ്സിലാവാത്ത ആൾക്കാർക്ക് കേട്ടോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഇവരുടെ ഡാഡി പലപ്പോഴും അവനെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇവരായിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുക. ഈ 2 പിള്ളേരും അമ്മയും. ഡാഡിക്ക് ഇഷ്ടമാണ്, പക്ഷേ ഇവൻ്റെ ബിഹേവിയറിങ് ആണ്. ഇവൻ ഭയങ്കര പ്രൊട്ടക്റ്റീവാണ്. ആരും വീട്ടിലോട്ട് വരാൻ പറ്റില്ല. ഇവർ പറയുന്ന പറ്റില്ല. 4 വർഷമായിട്ട് അവൻ്റെ വീട്ടിലോട്ട് ഒരൊറ്റ ഗസ്റ്റുകൾ പോലും വന്നിട്ടില്ല എന്നാണ് പറയാം. വരാൻ വിടില്ല. ഇവൻ കണ്ടിന്യൂസ്ലി ബാർക്ക് ചെയ്തുകൊണ്ടിരിക്കും. നൈറ്റാണെങ്കിലും ബാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിർത്തില്ല. അപ്പം അടുത്തുള്ള ഫ്ലാറ്റുകാർക്കൊക്കെ ബുദ്ധിമുട്ടാണ്. അതൊക്കെയാണ് ഡാഡി പറയുന്നത് കേട്ടോ. ആളും നല്ലൊരു ഡോഗ് ലവറാണ്. അപ്പോൾ സോയും വാഗിയും കിടന്ന് കുളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വാഗിയാൽ ഒരു ചെറിയ സമയത്തുള്ള ഇപ്പോൾ വാഗിയ 1 ലിറ്റർ കഴിഞ്ഞു 2 വയസ്സായി. സോയിനെ ചെറുപ്പത്തിലാണ് കാണുന്നത് കേട്ടോ വാഗിയ. സോയി ഇപ്പോഴും യങ്ങാണ്, നല്ല ആറ്റിറ്റ്യൂഡും നല്ല കറേജുള്ള ഒരു ബ്രീഡാണ്. അവളുടെ ഒരു വീഡിയോ നമ്മൾ നെക്സ്റ്റ് ആയിട്ട് ഇട്ട് തരാം. കുറേ നാളായിട്ട് നമ്മൾ ഇടാണ്ട് വെച്ചിരിക്കുകയായിരുന്നു, എഡിറ്റിംഗ് ഒന്നും കഴിയുന്നു. അപ്പം ഞാനത് ഇവിടെ എടുത്തെത്തി ബദലാപൂർ എത്തിയപ്പോൾ അതൊന്നും ഒരു വീഡിയോ ഒന്ന് റിലീസ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഇതിലൊരു ചെറിയൊരു പാർട്ട് നമ്മൾ ഇട്ടുണ്ട്. സോയിന് കുറേ പേര് ഒരു 5-6 ട്രെയിനേഴ്സ് ട്രെയിൻ ചെയ്ത് പറ്റാണ്ട് ഒരു 2.5 year മുമ്പാണ് നമ്മൾ സോയിനെ ട്രെയിൻ ചെയ്തിട്ടുള്ളത്. ഇവനെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് നമ്മൾ ഇറക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ആൾ ഇറങ്ങുന്നില്ല. പക്ഷെ ഒരു നിലയ്ക്കൊക്കെ നമ്മൾ നീന്തിക്കാൻ നോക്കുന്നുണ്ട്. നല്ല പോലെ മേലോട്ടൊക്കെ സ്ക്രാച്ച് കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല വെയിറ്റും ഉണ്ട് ഡോഗ്. സോയൊക്കെ പിന്നെ ഇങ്ങനെ റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ ഇവൻ
എൻ്റെ അടുത്തോട്ട് ഡൊമിനൻ്റ് ആയിട്ട് വരുന്ന സമയത്തും സോയി പെട്ടെന്ന് തന്നെ വരും. സോയി ഭയങ്കര പ്രൊട്ടക്റ്റീവാണ്. ഇങ്ങനെയൊക്കെ നടന്നോട്ടെ ആ ഡോഗിനെ പോയിട്ട് ടച്ച് ചെയ്യാൻ സമ്മതിക്കില്ലേ. ഇപ്പോൾ സോയി ഇപ്പോൾ എന്താ വന്നുകൊണ്ടിരിക്കണമെന്ന് വിചാരിച്ചാൽ അവൻ എന്തെങ്കിലും ചെയ്യുകയാണെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ റീകോളും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെയാണ്. മുംബൈയിലും ബാംഗ്ലൂർ, ചെന്നൈ പല സ്ഥലങ്ങളിലും ചില സ്ഥലങ്ങളിലൊക്കെ മാസ്ക് ഇട്ടിട്ട് മാത്രമേ വാക്കിങ്ങിന് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നൊക്കെയുള്ള നിയമമുണ്ട്. ചില ഡോഗ്സുകൾ മാസ്ക് ഇടാൻ സമ്മതിക്കില്ല. അതിടാൻ പഠിപ്പിക്കലേ വലിയൊരു ബുദ്ധിമുട്ടുള്ള ആൾക്കാരായിട്ട് കണ്ടിട്ടുണ്ട്. ഇവനും അങ്ങനെ തന്നെയാണ്. മാസ്കല്ല, ഇവനെ ബെൽറ്റ് ഇടാൻ പോലും സമ്മതിക്കില്ല. ബെൽറ്റൊന്ന് മാറ്റി വേറൊരു ബെൽറ്റ് ഇടാൻ നോക്കിയാൽ വരെ ഇവൻ്റെ ഓണേഴ്സിനെ തന്നെ ഇവൻ കടിക്കും. അങ്ങനെയാണ് നമ്മൾ ആ ഫസ്റ്റ് സീക്വൻസിലുള്ള ബൈറ്റിൻ്റെ ഒക്കെ ഇട്ടിട്ടുള്ളത്. ഭയങ്കര ഡൊമിനൻ്റ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ലീഷ് പുള്ളി ചെയ്ത് പോകുന്ന സമയത്ത് ഇവരമ്മ പറയണ 1 മണിക്കൊക്കെ കൊണ്ടുപോകണ റോട്ടിലെ ആൾക്കാരും ഡോഗ്സൊന്നും ഇല്ലാണ്ടിരിക്കാനാണെന്നാണ് പറയുന്നത്. ഡോഗിനെ കണ്ടിട്ട് പുള്ളി ചെയ്ത് കൊണ്ടിരുന്നുണ്ടെങ്കിൽ തിരിച്ചു വന്ന് ഇവരെ ബൈറ്റ് ചെയ്യും ഡോഗ്. റിവേഴ്സ് അഗ്രഷനാണ് കാട്ടിക്കൊണ്ടിരിക്കുക ഡോഗ്. അങ്ങനെയൊക്കെയുള്ള ബിഹേവിയറിങ് ഇഷ്യൂസാണ്. ശരിക്ക് ആ ഹിന്ദി അറിയുന്ന എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് ശരിക്കും അങ്ങനെ മനസ്സിലാക്കി തരാൻ പറ്റുന്നില്ല. എത്രയോ പ്രാവശ്യം അവരെ കടിച്ചുകൊണ്ടേയിരിക്കണം. അതിൽ കുറേ ബ്ലഡൊക്കെ വന്നിട്ടുള്ള ഫോട്ടോകളൊക്കെ ഒരു 6 മാസം മുമ്പ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ വേറൊരു അമേരിക്കൻ പുള്ളിക്ക് ട്രെയിനിങ്ങിന് വന്നിട്ടുള്ളതാണ് ഇവിടെ. അപ്പോൾ ഇവനെ കൊണ്ടുവന്നതാണ് അവർ. നോക്ക്, ഈ നദി കൂടിയൊക്കെ ഓട്ടോറിക്ഷ നല്ല രസമായിട്ട് പോയിക്കൊണ്ടിരിക്കണം. നല്ലൊരു പ്ലേസാണ് കേട്ടോ മഹാരാഷ്ട്ര. നല്ല രീതിയിൽ കാണാനുള്ള സ്ഥലങ്ങളുണ്ട്. ഇതാണ് കേട്ടോ സോയി പഴയ ഇത് വീഡിയോ. ഭാഗ്യം എന്തൊരു ചെറുതാന്ന് നോക്കൂ. ഭാഗ്യം 3-4 മന്ത്സിൻ്റെ അടുത്തുള്ളൂ. 3 മന്ത്സൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. ഈ സമയത്ത് സോയി എന്ന് പറയുന്നതാണ് ഫുൾ അഗ്രസീവായിട്ടുള്ള ഉള്ള വീഡിയോ നമുക്ക് പുതിയത് പറഞ്ഞിടാം. ഇവർ ആദ്യമായിട്ട് നമ്മൾ ഇവരെ നീന്തിക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് സോയി എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. ഈ ഒരു പാറ കണ്ടിട്ട് ഇങ്ങനെ പേടിച്ചിട്ട് ആ സമയത്ത് നമ്മൾ പോയിട്ട് സപ്പോർട്ട് ചെയ്ത് നല്ല രീതിയിൽ ഡോഗിൻ്റെ ആ ഒരു പേടിയൊക്കെ മാറ്റിയിരിക്കണം. അപ്പോൾ ഇപ്പോൾ സോയി വളരെ നല്ല രീതിയിൽ വെള്ളവും എല്ലാ രീതിയിലും സോഷ്യലൈസേഷനും. അന്ന് നമ്മൾ ഓഫ് ലീഷ് ട്രെയിനിങ് കഴിഞ്ഞ പിന്നീട് അവളെ ലീഷ് ഇട്ടിട്ട് കൊണ്ടുപോയിട്ടില്ല എന്നാണ് അവളെ ഓണേഴ്സ് പറയുന്നത്. അവർ ഓണേഴ്സിൻ്റെ ഒരു റിവ്യൂ കൂടി നമുക്ക് ചോദിക്കാം. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഇപ്പം നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്. ഇപ്പം ആ പേടിച്ചത് ആ ഒരു കല്ല് കണ്ടിട്ടാണ്. ഈ സമയത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്ത് പോയി അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. ഇതൊരു കല്ലാണ്, കുഴപ്പമില്ല, നോ ഗുഡ് ഗേൾ. എങ്ങനെയാണ് നമ്മുടെ വോയിസിലൊക്കെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക, എങ്ങനെയാണ് നമ്മുടെ ബോഡി ലാംഗ്വേജിൽ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക. ഡോഗ്സിനെ പെറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് പെട്ടെന്ന് തന്നെ കോൺഫിഡൻസ് വരുന്ന കുറച്ച് പ്ലേസുകൾ എങ്ങനെയാണ് പെറ്റ് ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. അഗ്രസീവായിട്ടുള്ള ഡോഗുകളും അല്ലെങ്കിൽ അഡൽട്ടായിട്ടുള്ള ഡോഗുകളും ക്യാരക്ടർ ബിൽഡ് ചെയ്തിട്ടുള്ള ഡോഗുകളും. ചില ഡോഗ്സ് ഉണ്ടോ അഡ്വാൻസ്ഡ് ആയിട്ട് തിങ്ക് ചെയ്യാനുള്ള കപ്പബിലിറ്റി ഉള്ളത്. ഇൻ കേസ് നോർമലായിട്ട് ഡോഗ്സ് നമ്മൾ ലീഷ് എടുക്കുന്ന സമയത്ത് വാക്കിംഗ് ആണെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വരില്ല, പോകാൻ അറ്റൻഷൻ ആവില്ല. അതുപോലെ നമ്മൾ ഷൂ ഇടുന്ന സമയത്ത് ഡോഗ്സിന് അറിയാൻ പറ്റും നമ്മൾ പുറത്തോട്ട് പോകാൻ. അതുപോലെ തന്നെ പല ഡോഗ്സും അഡ്വാൻസ് ആയിട്ട് പല കാര്യങ്ങളും ചെയ്യും. ഞാൻ ഉദ്ദേശിച്ചത് എക്സ്ട്രാ ഓർഡിനറി ഒരു അഡ്വാൻസ് ലെവലാണ് കേട്ടോ. അതായത് ഇത്ര സമയത്തായിട്ട് നമ്മളെ വിളിക്കുക, ഇന്ന ഗെയിമിന് വേണ്ടിയിട്ട് നമ്മുടെ അടുത്തേക്ക് ബോളൊക്കെ കൊണ്ടുവരിക, ഇന്ന ഗെയിം കളിക്കണം. ഇവർക്ക് ഒരു നല്ല ലാംഗ്വേജ് ഉണ്ടാവും. അവരെ നല്ല രീതിയിൽ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലായി. ഇവരെ എവറി മൂവ്മെൻറ്റ്സിൽ ഒരു റീസൺ ഉണ്ട്. ആ റീസൺ നമുക്ക് കണ്ടുപിടിക്കാനുള്ള അത്രയ്ക്ക് ശ്രദ്ധയുണ്ടോ അത്രമാത്രമുള്ള ഡോഗ് ട്രെയിനിങ്ങിൻ്റെ മെത്തേഡ്സൊക്കെ കുറച്ച് ഡിഫറൻസ് ആണെങ്കിലും ചെന്നെത്തേണ്ടത് ഒരേ ഒരു ലക്ഷ്യത്തിലോട്ടാണ്. ഇപ്പോൾ ഷൈക്കൻഡ് പഠിപ്പിക്കുന്നെങ്കിൽ തന്നെ, റീകോളിങ് പഠിപ്പിക്കുന്നെങ്കിൽ തന്നെ, ഓഫ് ലീഷ് പഠിപ്പിക്കുന്നെങ്കിൽ തന്നെ, എന്ത് ട്രെയിനിങ്ങുകൾ പ്രോഗ്രാം നമ്മൾ ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിലും ഡോഗ് പഠിച്ചെടുക്കണം. അത് ഏത് ഈസി ആയിട്ടുള്ള മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാം, അത്രമാത്രമാണ് ഇവിടെയുള്ളൂ. പലർക്കും പല മെത്തേഡ്സുകൾ യൂസ് ചെയ്യാനാണ് ഇഷ്ടം. ചില ട്രെയിനേഴ്സ് ഫിസിക്കലി അധികം ആക്റ്റീവ് ആവാണ്ട് കാര്യങ്ങൾ ചെയ്തെടുക്കും ക്ലവർനെസ്സിൽ. ചിലർ ഫിസിക്കലി
കുറേ ആക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. ഡോഗ്സ് ഡിപ്പെൻഡ് ഓഫ് ഡോഗ്സ്, ബ്രീഡ്സ്, ഏജ്, ഇതിലൊക്കെ അതിൻ്റെ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മൾ അവൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ച് ഇപ്പോൾ ഔട്ട്സൈഡിലോട്ട് ഫസ്റ്റ് ആൻഡ് ഓഫ് ലീഷിന് വേണ്ടിയിട്ട് ഇറക്കിയിരിക്കുകയാണ്. ഇവിടെ അധികം ആൾക്കാരൊന്നുമില്ല. ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് ഡോഗ് റീകോൾ ചെയ്യുമ്പോൾ വരുന്നുണ്ടോ. ഡോബർമാൻസുള്ള ഓണേഴ്സിനൊക്കെ അറിയാം എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ യൂറിൻ പാസ് ചെയ്തിട്ട് ഇവർ പോവുള്ളൂ. അത് ഇവനുണ്ട്. ഡൊമിനൻ്റ് ആയിട്ടുള്ള ഡോഗുകൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. അവരൊരു വിശ്വസ്തത കുറവാണ്. എല്ലാ സ്ട്രീറ്റ് ഡോഗുകൾ യൂറിൻ സ്പ്രേ ചെയ്ത് പോയിട്ടുള്ള എല്ലാ സ്ഥലത്തും ഇവർ പോയിട്ട് യൂറിൻ സ്പ്രേ ചെയ്യണം. അപ്പോൾ അത് നമ്മൾ നിർത്തണം ഫസ്റ്റ് തന്നെ. പിന്നെ ഒരു ഡെമോ ഡോഗ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനെല്ലാത്തിനും വളരെ സുഖമാണ്. അനിമൽസ് എന്ന് പറഞ്ഞാൽ കണ്ടിട്ടാണ് പഠിക്കുക. അപ്പോൾ ഒരു ഡോഗ് ചെയ്യുന്നു, അതിന് ട്രീറ്റ് കിട്ടുന്നു, അതിന് അപ്രിഷിയേഷൻ കിട്ടുന്നു, അതെല്ലാം അവരുടെ ബിഹേവിയറിങ് പെട്ടെന്ന് തന്നെ ചേഞ്ച് ആവാൻ നല്ലതാണ്. ഇപ്പോൾ നമ്മളൊന്നും കൂടി ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്ഥലത്തോട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇവിടെയാണ് അവൻ ഫസ്റ്റ് കാണുന്ന ഓടുന്ന സീക്വൻസുകളൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ എങ്ങനെ അവരെ പെറ്റ് ചെയ്ത് നല്ല രീതിയിൽ കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് എങ്ങനെ നടക്കണം ഒന്നും, അതായത് നോർമലുള്ള വാക്കിംഗ് സ്ഥലങ്ങളിൽ വാക്ക് ചെയ്യുന്ന പോലെയല്ല ഒരു റഷായിട്ടുള്ള. ഇവിടെ വണ്ടികളുണ്ടാവും, വേറെ എനിമൽസ് ഉണ്ടാവും. ഇവൻ എനിമൽ അഗ്രഷനും ഹ്യൂമൺ അഗ്രഷനും വെഹിക്കിളുകളും എല്ലാത്തുമ്പോഴും പോകുമെന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നല്ല രീതിയിൽ ശ്രദ്ധിച്ച് മാത്രമാണ് ഹാൻഡിൽ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അത് 1 or 2 വട്ടം ചെയ്ത് നമ്മൾ കാട്ടി കൊടുത്താൽ അവർക്കത് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അവർ പെട്ടെന്ന് തന്നെ കണ്ടും അനുഭവിച്ചും പഠിക്കുകയാണ്. അവർ വെറും നമ്മൾ മാത്രം ചെയ്ത് കാട്ടി കൊടുക്കില്ല, അവരെയും കൂടി നമ്മുടെ ഒപ്പം ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഫിസിക്കലിയും കൂടിയിട്ട് അവർക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. അത് ആ ഡോഗിനും എക്സ്പീരിയൻസ് ആകും, ഇവർക്കത് എക്സ്പീരിയൻസ് ആകും. പെട്ടെന്ന് തന്നെ അവർക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളിതിൽ യൂസ് ചെയ്യുന്ന മെത്തേഡാണെങ്കിലും ഈ കോളറാണെങ്കിലും പിന്നെ ഇവൻ്റെ ബിഹേവിയറിങ് എത്രത്തോളം നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അഡ്വാൻസ്ഡ് കമാൻഡുകൾ എന്തൊക്കെ പറയണം. ഇപ്പോൾ ഡോഗിന് ഇന്ന കാര്യങ്ങളാണ് കൂടുതൽ സ്ട്രൈക്ക് ആവുക, അതാണ് ഡിസ്ട്രാക്ഷൻ അവൻ്റെ മൈൻഡിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇത് നമ്മൾ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിനായിട്ട് മുമ്പായിട്ടുള്ള അഡ്വാൻസ് കമാൻഡ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചിട്ട് തന്നെ കൈകാര്യം ചെയ്യണം. എപ്പോഴും നമ്മുടെ ബോഡി ലാംഗ്വേജ് നല്ല രീതിയിൽ നല്ല കോൺഫിഡൻസ് ഉള്ള പോലെ തന്നെ വയ്ക്കുക. നമ്മുടെ ഹാർട്ട് ബീറ്റും നമ്മൾ ഉള്ളിൽ നിന്ന് തന്നെ നല്ല കോൺഫിഡൻസ് വേണം. അല്ല ഡോഗിനെ ഡബിൾ മൈൻഡോട് കൂടിയിട്ട് ഒരിക്കലും ഹാൻഡിൽ ചെയ്യരുത്. ആ ഡോഗിൻ്റെ അടുത്തോട്ട് പോവുമോ അല്ലെങ്കിൽ ഇയാളുടെ അടുത്തേക്ക് പോവുമോ അങ്ങനെയുള്ള ഒരു രീതിയിൽ. ആ കാരണം നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ ബോഡി അവിടെ നിന്ന് തുടങ്ങും. അപ്പോൾ സ്ലോ ആവല്, നമ്മുടെ ഹാർട്ട് ബീറ്റ് മാറുമ്പോൾ നമ്മുടെ ഹോർമോൺ മാറും. അപ്പോൾ നമ്മുടെ ബോഡിയിൽ നിന്ന് വരുന്ന ഇതിൽ നിന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും കോൺഫിഡൻസ് പോയിന്റ്. റീസൺ അവർ നോക്കുന്ന സമയത്ത് ഇതാണ് കാണാം. അപ്പോൾ അതന്നെ സ്ട്രൈക്ക് ആവും, നേരെ അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കണം. അത് നമ്മൾ കാട്ടി എക്സ്പീരിയൻസ് ചെയ്ത് പഠിപ്പിച്ചു കൊടുക്കുക. ഇതൊരു ഒരു സെക്ഷനാണ് ഇത് കഴിഞ്ഞിട്ടുള്ളത്. ഈ ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു 2-3 മണിക്കൂറിൻ്റെ ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് ഇത്. അല്ലെങ്കിൽ ഒരു ഡോഗിന് ഒരു 5 മിനിറ്റ് 10 മിനിറ്റൊക്കെയാണ് ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഒന്ന് ചെയ്ത് വയ്ക്കുക നിങ്ങൾ. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഡോഗിനെ കൊണ്ടുപോവുക സോഷ്യലൈസേഷൻ. ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നിങ്ങൾ അതിൻ്റെ ഒപ്പം ചെയ്തു പോവുകയാണെങ്കിൽ നല്ലത്. അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു 15 മിനിറ്റ് 20 മിനിറ്റൊക്കെ ആവശ്യമുള്ളൂ. ഇവൻ്റെ പോലെയുള്ള ഒരു ഡോഗിന് ഇനി അങ്ങനെയുള്ള ആക്ടിവിറ്റീസിൻ്റെ ഒന്നും അധികം ആവശ്യമില്ല. നല്ലൊരു ബിഹേവിയറിങ് കറക്ഷനും കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ പറ്റണമല്ലോ അവന്. ഇങ്ങനെയാകുമ്പോൾ അവൻ്റെ ഹെൽത്തിനും ബുദ്ധിമുട്ടാവും. 5 year ആയില്ലോ ഓൾറെഡി ഡോഗ്. അപ്പോൾ ഇതൊക്കെ അവരുടെ ഫോണിലൊക്കെ വീഡിയോസുകൾ എടുത്ത് വയ്ക്കും. അപ്പോൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെ, ഏത് കമാൻഡാണ് പറഞ്ഞ് എപ്പോൾ എങ്ങനെയാണ് ഡോഗ് നടന്നത് അതൊക്കെ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഒരു ഡോബർമാൻ്റെ ബിഹേവിയറിങ് പോലെയല്ല ഒരു ജർമ്മൻ ഷെപ്പേർഡിൻ്റെ. ഇതിലിപ്പോൾ ഇൻ കേസ് ഡോബർമാൻ 1 year ആയിട്ടുള്ള ഡോബർമാൻ്റെ ക്യാരക്ടർ വേറെ പോലെ കൂട്ടാം, 3 year ആയിട്ടുള്ളതിൻ്റെ വേറെ പോലെയും, 5-8 year ആകുമ്പോൾ വേറെ പോലെയും, അതിലും വ്യത്യാസമുണ്ട്. ഡിപ്പെൻഡ് ഓഫ് ബ്രീഡ്, ഡിപ്പെൻഡ് ഓഫ് ഏജ്, പിന്നെ ഇവൻ്റെ വളർന്നു വന്ന സാഹചര്യങ്ങൾ. അതാണ് ഡീറ്റെയിൽഡായിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ
ഇതുവരെയുള്ള അവൻ്റെ ഹിസ്റ്ററി നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയത്. അതിൽ ബൈറ്റി ഹിസ്റ്ററികൾ പറഞ്ഞു. എന്നിരുന്നാലും നമ്മൾ അതുണ്ടാവാനുള്ള റീസൺസുകളും കൂടി ആ ഉണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇവൻ്റെ ബിഹേവിയറിങ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയൊക്കെ നല്ല രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് അത്രയ്ക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഇങ്ങനത്തെയുള്ള ഓഫ് ലീഷ് അറ്റംപ്റ്റുകൾക്കൊക്കെ നിൽക്കാൻ പാടുള്ളൂ. ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള കാര്യം തന്നെയാണ്, ഒരു കുഴപ്പമുള്ള കാര്യമില്ല. പക്ഷേ അനലൈസ് ചെയ്യാൻ കറക്റ്റായിട്ട് പറ്റിയിട്ടില്ല ബിഹേവിയറിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് പ്രശ്നങ്ങളുണ്ടാക്കും. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് അവൻ്റെ മാസ്കൊക്കെ അഴിച്ച് ഇപ്പോൾ നമ്മുടെ ചെക്കന്മാരൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ സോഷ്യലൈസേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ചെറിയ കുട്ടികളെയൊക്കെ ഭയങ്കര ഡിസ്ട്രാക്ഷനാണ്, മമ്മീനൊക്കെ ഭയങ്കര പ്രൊട്ടക്റ്റീവാണ് ഇവൻ. അതിനുള്ള കാരണങ്ങൾ എന്താണ്, ഇതിനുള്ള റീസൺ എല്ലാം നമ്മൾ അവരെ ക്ലിയറായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവരെ ഓണേഴ്സിന്. ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത ടിപ്സുകൾ ഇവരെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തെടുക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിള്ളേർക്കൊക്കെ സന്തോഷമായി, അവർക്കും ഭയങ്കര സന്തോഷമായി, നമുക്കും അതിലേറെ സന്തോഷമായി. ഒരു കോൺഫിഡൻസ്, എന്തെങ്കിലും നമ്മൾ ചെയ്തു എല്ലാ ഡേയും പോലെ ഇല്ലാണ്ട് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡേ, കുറച്ചും കൂടി ഓർമ്മിച്ചിരിക്കാൻ പറ്റുന്ന ഡേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു നല്ല ഡേ നമ്മുടെ കഴിയാൻ പോവാണ് ഇന്നിവിടെ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. സോയിയുടെയും ഭാഗ്യയുടെയും ഒക്കെ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും വരാം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഈ ഒരു ഡോബർമാനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കമൻറ്റുകളിൽ അറിയിക്കുക. അപ്പോൾ ഓക്കെ, ബൈ.